കെ ശൈലജ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയത് ഇന്നലെ വലിയ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിയുമായി അത്ര അടുപ്പത്തിലല്ല എന്ന സൂചനകൾക്കിടയിലും കെ ശൈലജ സെക്രട്ടേറിയറ്റിനും പിന്നിൽ എത്തിയതിന്റെ രാഷ്ട്രീയം എന്താണ്? പലതരം സാധ്യതകൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. ആ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CPM നേതൃനിരയിൽ മങ്ങിപ്പോയ കെ ശൈലജയ്ക്ക് ഇത് മടങ്ങിവരവാണ്. പിണറായി വിജയനുമായി അത്ര അടുപ്പമല്ലെന്ന സൂചനകൾക്കിടയിലും ശൈലജ സെക്രട്ടേറിയറ്റിൽ എത്തിയതെങ്ങനെ? സാധ്യതകൾ പലതാണ്. ഒന്ന്, പിണറായി വിജയൻ തന്നെ താല്പര്യമെടുത്തിട്ടാവാം ശൈലജയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ കെ ശൈലജയ്ക്ക് വേണ്ടി മറ്റാരോ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവാം. എന്തായാലും കെ ശൈലജയുടെ സെക്രട്ടേറിയറ്റിലെ അംഗത്വം പലവിധ രാഷ്ട്രീയ സാധ്യതാ ചർച്ചകളും തുറന്നിടുന്നുണ്ട്. പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് CPM ഇതിലൂടെ എന്നതാണ് ഒരു വാദം. മുമ്പേ തന്നെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന ഇമേജ് കെ ശൈലജയ്ക്ക് CPM-ന് പുറത്തുള്ള കേന്ദ്രങ്ങൾ നൽകിയിട്ടുമുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇത് ഒന്നുകൂടി ശക്തമായി ചർച്ച ചെയ്യപ്പെടാൻ കൊല്ലം തീരുമാനം വഴിവെച്ചേക്കാം. തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യമിടുന്ന CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർണായകമായ പല നീക്കങ്ങളും നടത്തും. സ്ത്രീ വോട്ടർമാർ നിർണായകമാവുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട്ടമ്മമാർക്ക് പെൻഷൻ പോലെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തുറുപ്പുചീട്ട് CPM പുറത്തിറക്കാൻ പോവുകയാണോ? കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാലും ഇല്ലെങ്കിലും നേതൃത്വത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനത്ത് ഇരുത്തുന്നതിലൂടെ അത്തരമൊരു ചർച്ച നടക്കട്ടെ എന്ന് CPM കേന്ദ്രങ്ങളും കരുതുന്നുണ്ടാവാം. അതായത് കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ CPM ഒരു രാഷ്ട്രീയ പദ്ധതി മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോഴും മുമ്പ് KR ഗൗരവമയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പിന്നീട് തഴഞ്ഞെന്ന ആക്ഷേപം ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. ന്യൂസ് ഡെസ്ക്, News 18.